ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഗൈസ്, നിങ്ങൾ ഇപ്പോൾ നോക്കാനായിട്ട് നമ്മളെ ഫസ്റ്റ് പാർട്ടിനേക്കാളും കുറച്ച് തന്നെ വ്യത്യാസം കാണും. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു സ്കിൻ ഉണ്ടാക്കിയായിരുന്നു. ഞാൻ സൈനപ്പ് ചെയ്ത സൈനപ്പ് ചെയ്തപ്പോൾ അക്കൗണ്ട് എൻ്റെ മറ്റേ ലോഗിൻ മാറിപ്പോയി. പിന്നെ ഞാൻ വീണ്ടും ലോഗിൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ അയൺ ആർമറും ടൂൾസും ഞാൻ ഒരു വലിയ വീഡിയോ എടുത്ത് വെച്ചായിരുന്നു. ഞാൻ ആ വീഡിയോ ഞാൻ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഇട്ടതാണ്. അങ്ങനെ ഇന്നലെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ നോക്കാനായിട്ട് ആ വീഡിയോ ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്തു. ഇതാണ് അപ്പോൾ എൻ്റെ സ്കിൻ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇനി ഞാൻ ആർമറെല്ലാം തിരിച്ച് കയറ്റിയിടട്ടെ. കുറേ പണി ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം. ചെറിയൊരു ലാഗ് ഉണ്ടല്ലോ, എന്തോ പറ്റി അതെന്തോ അല്ലല്ലോ, എന്തോ ഒരു ചെറിയ ലാഗുണ്ടല്ലോ. എന്താ പറ്റി? മഴ പെയ്യുന്നുണ്ടായിരിക്കും, അറിയത്തില്ല. സാധാരണ മഴ പെയ്യത്ത് ഇത് വരണ്ടല്ലോ. എന്തായാലും പോട്ടെ. രാത്രി ഞാൻ ഇതിന് ചുറ്റിനും, നമ്മുടെ വില്ലേജിന് ചുറ്റിനും ഒരു ഇതുകൊണ്ടുള്ളൊരു കവചം ചെയ്തിട്ടുണ്ട്. കവചമല്ലല്ലോ, കോബിൾ സ്റ്റോൺ കൊണ്ടുള്ള സാധനം. അത് ഞാൻ കാണിക്കാം. കണ്ടു, ഫാമൊക്കെ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ വീറ്റ് ഫാമും ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ പറയാം. നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മളൊരു വില്ലേജർ ബ്രീഡർ സെറ്റ് ചെയ്യും. ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് ജസ്റ്റ് കാണിക്കത്തേ ഉള്ളൂ. ഇന്ന് ഞാൻ ഒന്നും ബിൽഡും ചെയ്യാൻ പോകുന്നില്ല, മൈനിങ് ഒന്നുമില്ല. ജസ്റ്റ് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഞാൻ മരം കളിച്ചപ്പോൾ 3 മറ്റേ തേനീച്ച കൂട് വന്നു. അതിനകത്ത് തേനീച്ചകളുമുണ്ട്. തേനൊക്കെ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അതൊക്കെ കാണിക്കും കേട്ടോ. ചുറ്റിനും ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഈ കോബിൾ സ്റ്റോണിൻ്റെ സാധനം. പിന്നെ താഴോട്ട് പോവുകയാണെങ്കിൽ ഞാൻ സൂത്രം കാണിക്കാം ഗൈസ്. കണ്ടോ, ഇതാണ് നമ്മുടെ ചെസ്റ്റ് റൂം. നമ്മൾ താഴത്തെ ലെയറിൽ നമുക്ക് ട്രേഡിംഗ് ഹോൾ തന്നെ സെറ്റ് ചെയ്യാം. നമ്മുടെ ലെതർ ആർമറൊക്കെ ഞാൻ ഊരി വെക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, പുതിയ നമ്മൾ അയൺ ആർമർ നമ്മൾ മൈൻ ചെയ്ത്, അതൊക്കെ ഞാൻ പറയാം. കണ്ടോ, ഇത് ഓരോ ഫുഡ് പെട്ടി, ഇത് ടൂൾസ് വെക്കുന്ന പെട്ടി, ഇത് നമ്മുടെ ബ്ലോക്ക് വെക്കുന്ന പെട്ടി. വുഡ് കുറച്ച് നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ. വുഡ് നമുക്ക് എപ്പോഴും ആവശ്യം വരുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് വുഡ് നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ. കണ്ടോ, വായബിൾസ് ഒക്കെ ഉള്ള പെട്ടി. ഇതിനൊന്നും ഇതില്ല ഗൈസ്. നമുക്ക് പാടം എടുത്ത് ഒട്ടിച്ച് വെക്കുന്ന സാധനം അതില്ല. എന്തോ പറ്റിയ ലാഗ്. അത് പോട്ടെ. ഇതാണ് നമ്മുടെ മൈനിങ്ങിൽ. അതിനു മുമ്പ് ഇത് കണ്ടോ, ഇത് നിറച്ച് കുഴിച്ച് 3 ബ്ലോക്ക് ഹൈറ്റ് താഴെ ഞാൻ ഡേർട്ട് വെക്കാൻ വേണ്ടി ഇങ്ങനെ കുഴിച്ച് വെച്ചിട്ടുണ്ട്. അതായത് മറ്റേ ഗ്രാസ് വരാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ 3 ബ്ലോക്ക് ഹൈറ്റ് നമ്മൾ അത് പൊട്ടിച്ചെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴോട്ട് പോകുമ്പോഴാണ് നമ്മുടെ മൈനിങ് ഏരിയ. ഇനി അത് താഴെ ബെഡ് റോക്ക് വരെ കുഴിച്ച് പോയിട്ടുണ്ട്. എന്തോ പറ്റി നോക്കട്ടെ. എന്തോ പറ്റി. ഇനി റെൻഡർ ഡിസ്റ്റൻസ് വല്ലതും കൂടി കിടക്കുവാണോ? ഞാൻ റിസോഴ്സ് പാക്ക് ഒന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല. നമുക്ക് ഇത് ഇടാം ഗൈസ്. നമുക്ക് റിസോഴ്സ് പാക്ക് ഇത് കയറ്റിയിടണം, എന്നാലേ നമുക്ക് കളിക്കാൻ രസമുള്ളൂ. റെൻഡർ ഡിസ്റ്റൻസ് വല്ലതും കൂടിപ്പോയോ? ഇതെന്തോ ഈ FOV എനിക്കൊന്ന് 90 ആണ്. അത് നമുക്ക് കുറച്ചിട്ടേക്കാം. അതെന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും അത് കുറച്ചിട്ടേക്കാം. നമ്മൾ 35 കിടക്കട്ടെ. എന്തുവാന്നറിയത്തില്ല. വേറൊന്നും കിടപ്പില്ലല്ലോ. ഇല്ല. റെൻഡർ ഡിസ്റ്റൻസ് കുറഞ്ഞ് കിടക്കുക. ഇനി ഇതെന്തുവാ, FPS FPS നമുക്കെന്താ കുറച്ചിട്ടേക്കാം. FPS കുറച്ചാൽ എന്താ പറ്റും? FPS കുറച്ചപ്പോൾ നല്ല ലാഗ്. ഇപ്പം ഇതെന്തോ സൂമായേ? എന്തോ പറ്റി?
FPS നമ്മൾ കൂട്ടിയിട്ടിട്ട് ഭയങ്കര ലാഗും സൂമുമായി. എന്തോ ജസ്റ്റ് നമുക്ക് മാക്സിമം ഇട്ടേക്കാം. ഇപ്പം സ്മൂത്തായി. ഇതെന്തോ സ്മൂത്തായിരിക്കുന്നേ, പക്ഷേ സ്മൂത്തല്ലല്ലോ, സൂമായിരിക്കുന്നേ. ഇതിൻ്റെ ആണോ ഇത്? നമുക്കത് 100-ലിട്ടേക്ക് അത് കുറച്ചുകൊണ്ടാണോ ഇനി ഫുള്ളാക്കിയേ? ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നേ. നമുക്ക് അന്ന് ആ 60 തന്നെ കയറ്റി ഇട്ടേക്കാം. അപ്പം പിന്നെ എന്തുവായിരുന്നു ലാഗ് വരാൻ കാരണം? എന്തോ പറ്റി ലാഗ് വരാൻ കാരണം? നമുക്ക് 60 തന്നെ ഇട്ടേക്കാം. 60 ഇട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് റെഡിയായത്. നമുക്കിനി താഴെ മൈനിങ് ഏരിയ പോയി. ഞാൻ പേടിച്ചു പോയി. ഇവിടെ നമുക്ക് കുറേ ആയം കിട്ടിയിട്ടുണ്ട്. ഇതൊരു കേവ് അല്ല, പക്ഷേ ഞാൻ താഴോട്ട് വന്നപ്പോഴത്തേക്കുള്ള ഒറ്റ മോബില്ല. ഞാൻ വിചാരിച്ചു ഭയങ്കര മോബായിരിക്കുമെന്ന്. ഞാൻ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ ഭയങ്കര സോംബിയുടെ സൗണ്ടായിരുന്നു. പക്ഷേ അതാന്ന് പറഞ്ഞ് ഞാൻ പതുക്കെ വന്നേ. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒന്നുമില്ല. സമയം എത്രയായി? ഇത് ഹാപ്പി ഗ്യാസ് ഒന്നും വന്നിട്ടില്ല. ഇത് കണ്ടോ, നിങ്ങൾക്ക് മേളിൽ നോക്കി കാണാം. ആ ബീറ്റ 1. ഞാൻ പറഞ്ഞല്ലോ ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ. ലാഗ് നമുക്കൊന്ന് ശരിയാക്കണമല്ലോ. ഇനി സ്പീഡ് ഇറങ്ങുന്നുണ്ടല്ലോ ആയിരിക്കും ലാഗ് പോട്ട് കേസ്. ഇവിടെ എന്തോ കുഴപ്പം. ശിവനെ വേഴ പൊട്ടിയപ്പോഴാണ് നമ്മുടെ പിക്കാക്സ് പൊട്ടി. അപ്പോൾ ഞാൻ മേളിൽ പോയി ഇതൊക്കെ ഉരുക്കി ആർമറൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ പോയി വീഡിയോ പോയി. അത് ഭയങ്കര വലിയൊരു വീഡിയോ ആയിരുന്നു കേസ്. കാരണം അതിൽ നമ്മൾ ഒറ്റ എപ്പിസോഡിലാണ് കേസ് നമ്മൾ ഇതെല്ലാം മറ്റേ ചുറ്റിനും ഇതും വെച്ച് മറ്റേ വില്ലേജർ ട്രെയിനിങ് ഹോളിൽ സെറ്റ് ചെയ്ത് പൊട്ടിച്ചപ്പോഴാണ് കേസ് നമുക്ക് കുറേ ഇത് കിട്ടിയത്. കോബിൾ സ്റ്റോൺ. അല്ലാതെ ഈ മൈനിങ് ഏരിയ നല്ല നമുക്ക് കോബിൾ സ്റ്റോൺ കിട്ടിയത്. നമ്മൾ ആ വില്ലേജിൻ്റെ ആ ഏരിയ പൊട്ടിച്ചപ്പോഴാണ് ഒട്ടുമിക്ക കോബിൾ സ്റ്റോണും കിട്ടിയത്. കുറച്ച് ഇതിൽ നിന്നും എടുത്തിട്ടുണ്ട്. റീസൈക്കിൾ പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടെടുത്ത് കളഞ്ഞു. അതാണ് സീനായി പോയത്. സ്റ്റോറേജ് പോവെന്ന് പറഞ്ഞ്. ഇവിടെ ഒരു ഗോൾഡ് ഉണ്ടല്ലോ, അത് നമുക്ക് എടുത്തേക്കാം. യെസ്, നമ്മളിരുന്ന സ്ഥലം കുറച്ചൊന്ന് മാറ്റി വെച്ച്. യെസ്, ഇപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഫാൻ ഇട്ടൊക്കെ ചെറിയ സൗണ്ട് കിട്ടും. ഇനി നമുക്ക് സ്പീഡിൽ പോകാം, സ്റ്റെയർ കേസ് ഉണ്ടായതുകൊണ്ട്. ഇപ്പോൾ കുറച്ച് ലാഗ് പോയി. യെസ്, നമ്മൾ അടുത്ത ഫ്രീ ഫയറിൻ്റെ വീഡിയോ കേസ് ഇടുന്നേ. എന്തോ ഫ്രീ ഫയറിന് നമ്മൾ വേറൊരു ചാനൽ തുടങ്ങുമോ അറിയത്തില്ല. ചാനലിൽ തന്നെ ഷോർട്ട് ഇട്ടിട്ടുണ്ട് ഫ്രീ ഫയറിൻ്റെ ഗിൽഡിൻ്റെ. ആ ഗിൽഡി മാക്സിമം പേര് റിക്വസ്റ്റ് ഇട്ടേക്ക്, ഞാൻ എടുത്തേക്കാം. ആദ്യം എഴുതി കാണിക്കുന്നതാണ് എൻ്റെ UID കേസ്. നമ്മൾ കുറേ ഫ്രണ്ട്സ് ആക്കും. പിന്നെ ആ ഗിൽഡി കയറിയിട്ടുള്ള UID ആണ്. നിങ്ങൾ അതിലോട്ട് റിക്വസ്റ്റ് അയച്ചാൽ മതി. നമുക്കത് സെറ്റ് ചെയ്യാം കേസ്. പിന്നെ നമുക്ക് ആ പശുവിനെ ഒന്ന് ബ്രീഡ് ചെയ്തേക്കാം കേസ്. അതിന് മുമ്പ് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ. കോബിൾ സ്റ്റോൺ അല്ലോ, ഡീപ് സ്ലൈറ്റ് വുഡ് നമ്മുടെ ഇരിക്കട്ടെ. കഴിഞ്ഞ വീഡിയോയ്ക്ക് ഞാൻ ഇപ്പം ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് നോക്കിയപ്പം 63 വ്യൂസ് അല്ല 66 വ്യൂസായി. 66 വ്യൂസ്. പക്ഷെ ഞാൻ ഇട്ട ഷോർട്ടിന് 6 വ്യൂസ് ആയതേ ഉള്ളൂ. 7 വ്യൂസ് ആയതേ ഉള്ളൂ. അപ്പോൾ ഈ കണ്ടവരാരും ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്തില്ല. ആകെ ഒരാൾ മാത്രമേ ലൈക്ക് ചെയ്തിട്ടുള്ളൂ. അയ്യോ, പൊട്ടി വെച്ചു. അത് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ സോഡെന്തി സ്റ്റോമച്ച് അത് കയറാൻ സമ്മതിക്കുന്നില്ല. പോയി കൊന്ന് അതിൻ്റെ ഇടയ്ക്ക്
ഇത് എവിടുന്നാണിത്? സ്കെലിറ്റൻ ചാവ്. നമുക്കൊരു കാര്യം ചെയ്തേക്കാം. നമുക്ക് ഇതിൻ്റെ മണ്ട കയറിയിട്ട് നൈസിന് ഇതങ്ങ് പൊട്ടിച്ചിട്ട് അത് പൊട്ടി അതങ്ങ് പൊട്ടിച്ചിട്ട് കിട്ടി. ആ സ്കെലിറ്റൻ അവിടെ നിന്ന് എന്താണെന്നാ വെച്ചാൽ ചെയ്യട്ടെ. ഞാൻ ഇപ്പം പിന്നെ ലാഗില്ല യേസ്. നേരത്തെ എന്തോ സംഭവിച്ചാണ്. അത് അവിടെ നിന്ന് എന്തേലും ചെയ്തിട്ട് നമുക്ക് ഈ സ്റ്റോണൊക്കെ മാറ്റി നമ്മൾ ഗ്രാസ് വെക്കണം യേസ്. മേളും താഴെയും ഇത് വെക്കുന്നില്ല. അതൊക്കെ സെറ്റ് ചെയ്യാം. യേസ് ഈ വേൾഡിൻ്റെ ഡൗൺലോഡ് എങ്ങനെ തരുന്നതെന്ന് എനിക്കറിയാം. ഇത് എവിടെ നിന്നാണ് അടിക്കുന്നത്? ആരാ അടിക്കുന്നത്? എൻഡർമാനോ? എൻഡർമാൻ എപ്പോഴാണ് ഞാൻ അവൻ്റെ കണ്ണി നോക്കിയത്? എപ്പോഴാ? അതിനെ ഞാൻ നോക്കിയിട്ടില്ല. അതിനെ ഞാൻ കണ്ട പോലും ഇല്ല. അതിൻ്റെ എവിടെ നിന്ന് ഡയറക്റ്റ് നമുക്കൊരു എൻഡർപേൾ കിട്ടി. എൻ്റെ എൻഡർപേൾ എന്തേ? നമുക്കൊരു എൻഡർപേൾ കിട്ടി. അത് നമ്മൾ ചെസ്റ്റിൽ കൊണ്ട് വച്ചേക്കും സൂക്ഷിച്ച്. നമുക്ക് എൻഡർ ഡ്രാഗനെയൊക്കെ കൊല്ലാൻ പോകുമ്പോൾ നമുക്ക് എൻഡർ ഐ കൊണ്ടുപോകണം. നമുക്കത് ഉണ്ടാക്കി എടുക്കാം. നമുക്ക് പശുവിനെ ബ്രീഡ് ചെയ്യാം. തിന്നു മറ്റേ പശുവിൻ്റെ പശുക്കുഞ്ഞിന് കുറച്ച് തിന്നാൻ കൊടുക്കട്ടെ. ഇതെന്താ വളരാത്തേ? എന്താ വളരാത്തേ ഇത്? എന്തായാലും പോട്ടെ. ഇവിടെ കുറച്ച് ടോർച്ചിങ് കുറവുണ്ടോ? ചെറിയ സംശയം മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ ഇത് കാണിച്ചാലോ? ഫാം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഷുഗർ കെയിൻ ഉണ്ട്, പൊട്ടറ്റോയും ഉണ്ട്, ഇതുമുണ്ട്, വീറ്റും. പൊട്ടറ്റോ ആണ് നമുക്ക് ലാഭം. വീറ്റ് ഭയങ്കര നഷ്ടമാവാം. വീറ്റ് അങ്ങോട്ട് കിളിക്കാൻ കുറച്ച് പാടാണ്. ഞാൻ കുറേ യൂട്യൂബേഴ്സ് കേട്ടായിരുന്നു, മറ്റേ വീഡിയോ കണ്ടായിരുന്നു, ഈ മറ്റേ അടുത്ത് ഇതുണ്ടായെങ്കിൽ പെട്ടെന്ന് ഇത് വളരുമെന്ന്. മറ്റേ ക്രോപ്സൊക്കെ പെട്ടെന്ന് വളരുമെന്ന് പറഞ്ഞു. നമ്മുടെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞത് മറ്റേ മഴ ഫാം ചെയ്തപ്പോൾ ആ തേനീച്ചക്കൂട് അങ്ങനെ വന്നതാണ്. പക്ഷേ പെട്ടെന്നൊന്നും കിളിക്കുന്നില്ല. നേരത്തെ പോലെ തന്നെ കിളിക്കുന്നത്. വല്ലതും വിളഞ്ഞ ഉരുളക്കിഴങ്ങ് 2 നിൽപ്പുണ്ട്. 2 വിളഞ്ഞായിരുന്നു. കൊള്ളാം. എന്താ നടാൻ പറ്റാത്തേ? ഈ സോംബിയുടെ കാര്യം നടാൻ പറ്റാത്തേ? അതെന്താ ഇപ്പം നടാൻ പറ്റാതെ? നടാൻ പറ്റുന്നുണ്ട്. പിന്നെന്തോ പറ്റിയതോ? അവിടെ നമുക്ക് വീറ്റ് നട്ടേക്കാം. IF സീഡ് നട്ടേക്കാം. വീറ്റ് സീഡ് നട്ടേക്കാം. കോഴി വന്നു. ഇത് എവിടെ നിന്നാണ് ഇത് വരുന്നേ? നമുക്കൊരു കാര്യം ചെയ്തേക്കാം, കിടന്നങ്ങ് ഉറങ്ങിയേക്കാം. ഇത് എവിടെ നിന്നാണ് ഇതൊക്കെ വരുന്നേ? ഇവിടെ ഞാൻ ടോർച്ച് ചെയ്തില്ലായിരുന്നു. ഇവിടെ നിന്ന് അതൊക്കെ സ്പോണായി വരുന്നേ. ഈ മലയുടെ മണ്ടയ്ക്ക് കൂടെ കുറച്ച് ടോർച്ച് വെക്കണം ഗൈസ് നമുക്ക്. എന്തായാലും അത് നമുക്ക് പതിയെ സെറ്റ് ചെയ്യാം. എന്താ അടിക്കുന്നില്ലേ? അടിക്കടാ ഗേസ്. നമ്മൾ മൾട്ടിപ്ലെയർ വീഡിയോ ഇടും ഗേസ്. മൾട്ടിപ്ലെയർ ഞാൻ കളിക്കുന്നുണ്ട് ഗേസ്. പക്ഷെ അതെങ്ങനെ വീഡിയോ എടുക്കുന്നതെന്ന് പിടുത്തവും ഇല്ല. വീഡിയോ എടുക്കാനൊക്കെ പറ്റി ഗേസ്.
എങ്ങനെ അത് സംസാരിക്കാൻ പറ്റില്ല ഗൈസ്. ഞാൻ മറ്റേ മൾട്ടിപ്ലെയർ കളിക്കാനായിട്ട് ഞങ്ങൾ വാട്സപ്പിൽ ഈ ഫോം പിടിച്ചിട്ട് സംസാരിച്ച് കളിക്കുന്നത്. അപ്പോൾ അത് ഇത് റെക്കോർഡാവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ നോക്കിയിട്ടില്ല. കോളും ഈ സ്ക്രീൻ റെക്കോർഡറും മൾട്ടിപ്ലെയറും എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര ലാഗാവും. അറിയത്തില്ല, ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അറിയത്തില്ല ലാഗാവുമായിരിക്കും. ഞാൻ മൾട്ടിപ്ലെയർ കളിച്ചിട്ടുണ്ട് ഗൈസ്, അങ്ങനെ ഫോം വിളിച്ചാൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഡിസ്കോഡ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഡിസ്കോഡ് സെർവറായിട്ട് ഞാൻ ഉണ്ടാക്കിയില്ല. ഡിസ്കോഡ് ഞാൻ ജസ്റ്റ് സൈനപ്പ് ചെയ്ത് 1.17 കയറ്റാൻ വേണ്ടി ഞാൻ 17 കയറ്റി വെച്ചിട്ടുണ്ട്. അത് ഹാപ്പി കാസ്റ്റ് വന്നിട്ടില്ല. അപ്പോൾ ആ 17 നമ്മൾ എന്തോ ചെയ്യും, 17 മൾട്ടിപ്ലെയർ കളിച്ചില്ല. 17 എൻ്റെ കിടപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഈ സീരീസ് തീർന്നിട്ട് നമ്മൾ ആ 17 തുടങ്ങും. 18 ഉണ്ട് ഗൈസ്. പിന്നെ ഞാൻ 18 കയറ്റാൻ നിൽക്കണം ഇനിയിപ്പം. പാടായി ഗൈസ് കയറ്റാൻ. ഒത്തിരി MB ഉണ്ട്, 500 MB അടുപ്പിച്ചുണ്ട് ഞാൻ 17 കയറ്റിയപ്പോൾ തന്നെ. ഇതിപ്പോൾ ഞാൻ കളിക്കുന്ന APK എത്ര 200 300 250 MB എങ്ങാണ്ടേ ഉള്ളായിരുന്നു കയറ്റിയ സമയത്ത്. കയറ്റിയ സമയം എന്ന് പറഞ്ഞാൽ 4 മാസം അടുപ്പിച്ചാവാറായി. ആ വെക്കേഷൻ വെക്കേഷൻ പകുതി ആയപ്പോഴാണ് കയറ്റിയത് ഞാൻ. വെക്കേഷൻ പകുതി ആയപ്പോഴാണ് ഞാൻ ഇത് കയറ്റിയത്. എനിക്ക് മൈൻക്രാഫ്റ്റ് കളിക്കാൻ ഭയങ്കര ആഗ്രഹമായിട്ട് എൻ്റെ കൂട്ടുകാരൻ അപ്പോഴാണ് പറഞ്ഞത് നമുക്കിങ്ങനെ കയറ്റാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ക്രോമിൽ കയറി കയറ്റിയതാണ് ചെയ്തത്. അതെന്തായാലും പോട്ടെ, നമുക്കെന്തായാലും ഇത് പോകാം. വീഡിയോ ഇത്രയും മതിയോ കളിച്ച് വീഡിയോ ഇത്രയും മതിയോ, ഇച്ചിരി കൂടെ പോകണം.